ബി.ജെ.പിയെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെ ചൊൽപ്പടിക്ക് നിർത്തി രാജ്യം ഭരിക്കുന്നത് ആർ.എസ്.എസ് ആണെന്ന് CPM-ന്റെ ദേശീയ സെക്രട്ടറി M.A. ബേബി പറയുന്നു. എന്താണ് സാർ ബേബി? മുമ്പും ആർ.എസ്.എസിനെതിരെ വാളെടുത്ത ആളാണ് ബേബി. ഇപ്പോഴെന്താണ് ഇങ്ങനെ പറയാനുണ്ടായ പ്രകോപനം? കാരണം? അല്ല, അങ്ങനെ ആർ.എസ്.എസിൻ്റെ നിർദ്ദേശത്തിലാണ് കേന്ദ്ര സർക്കാർ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെന്താ തെറ്റെന്താ? ആർ.എസ്.എസിൻ്റെ കൂടെ ബ്രെയിനല്ലേ BJP അധികാരത്തിൽ വന്നതൊക്കെ? എങ്ങനെ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും എവിടെയൊക്കെ ഏത് തരത്തിലുള്ള പ്രവർത്തനം വേണമെന്നും ഒക്കെ ആർ.എസ്.എസ് ആലോചിക്കാറുണ്ട്. ഈ BJP-ക്കാർ ഒട്ട് 3/4 പേരും 100-ൽ 99% പേരും ആർ.എസ്.എസ്സുകാരാണ്. ഈ ബാക്കി പിന്നെ കോൺഗ്രസിൽ നിന്നൊക്കെ മാറി വന്ന കുറച്ച് പേരെ ഉള്ളൂ. ഇവരുടെ ബേബിയുടെ വിചാരം ഈ CATUവിൻ്റെ സംസ്കാരമാണ് ആർ.എസ്.എസിനെന്നാണ്. എളമരം കരീമിനെ പോലുള്ളവരാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് ബേബി ധരിച്ചു വച്ചിരിക്കുന്നത്. ആർ.എസ്.എസിനകത്ത് ഞാൻ ആർ.എസ്.എസിലൊന്നും പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല. എനിക്ക് കേട്ടറിവുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ തലയ്ക്ക് താഴ്ത്താമസമുള്ളവരാണ്, അപാര അറിവുള്ളവരാണ് അതിനകത്ത് ഉള്ളത്. അതിൻ്റെ അമരത്തിരിക്കുന്നവരൊക്കെ തന്നെ M.A. ബേബിയുടെ സൈദ്ധാന്തിക വർത്തമാനങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ. ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരുവൻ അല്ലേ, പാർട്ടിയുടെ ആചാര്യൻ. അതൊരു സ്വയം ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നതാണ്. ഇപ്പം ഏതായാലും നല്ല സുഖസൗകര്യമായി കേട്ടോ. ഇവിടുത്തെ പിണറായി വിജയൻ്റെ അധ്വാനത്തിലൂടെ കിട്ടുന്ന പൈസ കൊണ്ട് ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ ഇങ്ങനെ കറങ്ങി നടക്കുക. ചെന്നൈയിലെ കൊൽക്കട്ട ഇങ്ങനെ നടക്കാം. അല്ലെങ്കിൽ ഇവിടെ സഞ്ചിയൊക്കെ തൂക്കി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. പുള്ളിയുടെ ഒരു അഹങ്കാരം വർത്തമാനമുണ്ടെന്ന്. ഞാനാണ് ഈ സാംസ്കാരിക രംഗമെല്ലാം നോക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. അതുപോട്ടെ, പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ, അത് അങ്ങ് ഭാവിച്ചോട്ടെ. പല്ലിയുടെ വിചാരം പല്ലിയാണ് ഉത്തരം താങ്ങുന്നതെന്ന് അല്ലേ, അതുപോലെ വിചാരിച്ചോട്ടെ. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം സ്റ്റാലിനെ കാണാൻ പോയി. സ്റ്റാലിനും ഇവരും തമ്മിലാണല്ലോ വലിയ കൂട്ടുകെട്ടിപ്പം. സ്റ്റാലിൻ്റെ കാരുണ്യത്തിലാണ് അവിടെ 2 സീറ്റ് കിട്ടിയത്. അത് മറക്കാൻ പറ്റുമോ? അതെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ DMKയുടെ ഒരെണ്ണം വേണേൽ ഇവിടെ തുടങ്ങാം, അതായിരിക്കും നല്ലത്. അപ്പോൾ സ്റ്റാലിന് ഒരു സീറ്റ്, ഇവിടെ ഒരു സീറ്റ് മത്സരിക്കാൻ. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിലൊരു സീറ്റ് ചിലപ്പോൾ കിട്ടിയെന്നും വരുന്നത് പോലെ ഇവിടെ അൻവർ എന്തൊക്കെയാണ് ഇനി ഉണ്ടാക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം സ്റ്റാലിനെ കാണാൻ പോയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാലിനും പിണറായിയും തമ്മിൽ വലിയ ഗുലാമല്ലേ. അപ്പം അവിടെ പോയിട്ടാണ് ഇതൊക്കെ വലിയ നമുക്ക് ഈ ഫാസിസ്റ്റുകാരായിട്ടുള്ള ആർ.എസ്.എസ് ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഈ അറിയാത്തത് അതൊരു പുതിയ കാര്യമല്ലല്ലോ, രഹസ്യമൊന്നുമല്ലല്ലോ. ആർ.എസ്.എസിൻ്റെ നിർദ്ദേശം വേണ്ടേ? അതെ സാർ, ഇപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പറയാനുണ്ടായ പ്രകോപനം എന്താണ്? ഈ M.A. ബേബിക്ക് ഈ സ്റ്റാലിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷേ. മറ്റ് പണിയൊന്നുമില്ലല്ലോ ഇപ്പം. പിന്നെ സ്റ്റാലിനെ കൂടെ നിർത്തണം. പക്ഷെ സ്റ്റാലിനും ആരെങ്കിലും വേണം ഇപ്പം സഹായത്തിന്. സ്റ്റാലിൻ അവിടെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ. BJPയും അണ്ണാ DMKയും കൂടെ അവിടെ ഒത്തുചേർന്നു. പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു വിജയ് അല്ലേ, വിജയ് വേറൊരു വശത്ത് നിൽക്കുന്നുണ്ട്. ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് ഇട വന്നാൽ അത് സ്റ്റാലിന് വലിയ ദോഷം ചെയ്യും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെയും തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സംഭവങ്ങളെല്ലാം തകിടം മറിയുമോ എന്നൊരു ഭയം ഉണ്ട്. അതുകൊണ്ട് ആഞ്ഞ് വേറൊരാളുടെ സഹായം കൂടി നോക്കുകയാണ്. പിണറായിയുമായിട്ട് വലിയ അടുപ്പമല്ലേ. ഇപ്പം ഈ ബേബി ഇങ്ങനെ പറയുമ്പോഴേ ഒരു കാര്യം ആലോചിക്കാത്ത എന്താ, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭരണം ഇപ്പോഴത്തെ അല്ല, പിണറായിയുടെ കാലത്ത് പാർട്ടിയും മുഖ്യമന്ത്രിയും എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം CPM എന്ന് പറയുന്നത് പിണറായിയാണ്. അതിനൊക്കെ മുമ്പ് CPM-ന്റെ മുഖ്യമന്ത്രിമാർ ഇരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദനും EK നായനാരും ഒക്കെ ഇരിക്കുമ്പോൾ എവിടെ നിന്നായിരുന്നു കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്? AKG സെൻറ്ററിൽ. ഈ പാവം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴേ 2006 മുതൽ 2011 വരെ പണ്ടൊക്കെ നയനാരി പത്രസമ്മേളനത്തിന് ഇടയ്ക്ക് തമാശ മട്ടിൽ പറയും, അതെ ഞാനിവിടെ ഒപ്പിടാനായിരിക്കുന്നു. അത് അവിടുന്ന് വരണം, AK സെൻറ്ററിൽ നിന്ന് അവിടുന്ന് വരണം. അത് പിന്നെ ഞാനാരായതുകൊണ്ട് അതിൻ്റെ ഒരു നർമ്മത്തിൽ അതെല്ലാവരും അങ്ങ് എടുക്കും.
ഈ പിന്നെ VS അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു ചെയ്തത്? അന്ന് പിണറായി ആയിരുന്നു, അദ്ദേഹത്തെ മൂക്ക് കയറിട്ട് പിടിച്ചിരിക്കും. പിണറായി അല്ലായിരുന്നു സെക്രട്ടറി. അതെ, ഇടവും ബലവും ആരായിരുന്നു? പിണറായിയുടെ ആൾക്കാരായിരുന്നിരുന്നത്. അതെ, കയ്യും കാലും കെട്ടിയിട്ടിരിക്കുക, കെട്ടിയിട്ട് മുഖ്യമന്ത്രി എന്ന് പേരും. ഇപ്പം എന്താണ്? ഇപ്പം പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്. പക്ഷേ അതൊരു പേരിന് വെച്ചിരിക്കുക. നട്ടൽ ഏത് തരത്തിൽ വളച്ചൊടിച്ച് കാണിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് MV ഗോവിന്ദൻ. എങ്ങനെ വേണേലും നട്ടലിൽ വളയ്ക്കാം എന്നുള്ളത് കാണിച്ചു തരും നമുക്ക്. അതാണ് പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കുന്നു. അത് കോടിയേരി കോടിയേരി ഒന്നുകൂടെ ഒരു സുതാര്യമായിരുന്നു. അതെ, കുറച്ചുകൂടെ ഒരു പാർട്ടിയെ കൊണ്ടുനടക്കാൻ പറ്റിയ ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് സഹായമൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ചെയ്തു കൊടുത്തു പിണറായി, അല്ലേ? അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും പിന്നെ മകനെ രക്ഷപ്പെടുത്തുന്ന കാര്യത്തിലും, അല്ലേ? മകന്റെ കാര്യത്തിൽ അറിയില്ല. പക്ഷേ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രണ്ട് ശരീരവും ഒരു ആത്മാവും എന്ന മട്ടിലായിരുന്നു ആ ബന്ധം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിതയ കത്തി എരിയുന്നതിന് മുമ്പ് തന്നെ അങ്ങ് വിദേശത്ത് പോയി എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ മരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ, ഈ എല്ലാം ഭൗതികമല്ല. മരിക്കുന്നത് വരെ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെറും ഒരു തടി. പക്ഷെ മുദ്രാവാക്യം വിളിക്കും, മരിക്കുന്നില്ല എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, അല്ലേ? അത് പിന്നെ അങ്ങനെ ഇല്ല, മരിക്കുന്നില്ല, ഞങ്ങളുടെ പ്രിയ സഖാവ് മരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ചില സഹാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്തിമോപചാര സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് MA ബേബി ഇവിടെ ശാന്തി കവാടത്തിൽ വന്ന് കിടന്ന് ഇങ്ങനെ കൈ ഉയർത്തി വിളിക്കുന്നത്. പുള്ളി പിന്നെ ആക്ഷന് വലിയ ആളാണ്. സുരേഷ് ഗോപി കഴിഞ്ഞാൽ ആക്ഷൻ്റെ ആളാണ് MA ബേബി ഈ ഗോഷ്ഠിയുടെ. അപ്പം പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പറയേണ്ട എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഈ VSനെയൊക്കെ ഇത്രത്തോളം ഇതാക്കിയിട്ടിരുന്നതാണ്. ഇപ്പോഴും അവിടെ പാർട്ടി പറയുന്ന പോലല്ലേ അവർ ചെയ്യുന്നതൊക്കെ അനുസരിച്ച്. പാർട്ടി അല്ലെങ്കിൽ ഇപ്പം പിണറായി, ഇനിയിപ്പോൾ പിണറായി മാറിക്കഴിഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ വിധേയനായിരിക്കണം. AK സെന്ററുമായിട്ടാണ്. അതെ. പിന്നെ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് പിന്നെ അതൊരു കേഡർ സ്വഭാവമുള്ള ഒരു ഓർഗനൈസേഷൻ, പാലും ചേലുമൊന്നും ഇല്ലല്ലോ. അതെ, അത് ഒരു വഴി കൂടെ പോവും. സംസ്ഥാന പ്രസിഡന്റ് വാളെടുത്തവരെല്ലാം ഒരു വഴി കൂടെ പോവും. ഇങ്ങനെ APCC പ്രസിഡന്റ് ഒരു വഴിക്ക്, ജനറൽ സെക്രട്ടറിമാര് വേറൊരു വഴിക്ക്, ഒന്നും ഗുണം പിടിക്കാതെ അങ്ങനെ കിടക്കുന്നതിന്റെ കാര്യം അതാണ്. പക്ഷെ ഇവിടെ ഇത് ബേബി എന്തടിസ്ഥാനത്തിൽ പറയുന്നത്? എന്നിട്ട് RSSന്റെ ഫാസിസമാണ് എന്ന് പറയുന്നുണ്ട് ഇവര്. പിന്നെ MV ഗോവിന്ദൻ പറഞ്ഞ കാര്യം ഓർക്കണം. പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ BJP സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ ഞെട്ടലോടെ പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് ഒഴുകുന്നു. അതെ. അപ്പോൾ അതിലൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കി ഇത് കൂടുതൽ ഹിന്ദു പ്രീണനം നടത്തുന്ന ഒരു പാർട്ടി മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ് MA ബേബിയുടെയൊക്കെ ഒരു ശ്രമമെന്ന് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നില്ല ബേബി ഒന്നും ഈ ഒരു ദേശീയ തലത്തിൽ ഈ പാർട്ടി അപ്രസക്തമല്ലേ. 1.47% 1.76% ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഇതിലെ വോട്ട്. നോട്ടയ്ക്ക് 1.04%. എവിടെ ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ഒരു അല്പം ആശ്വാസത്തിന് വകയുള്ള ഇടമായിട്ട്. അതെ, ബാക്കിയുള്ളിടത്തൊക്കെ കോൺഗ്രസിൻ്റെയോ പ്രാദേശിക കക്ഷികളുടെയോ ഒക്കെ ബലത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബംഗാളിലെടുത്താൽ അവിടെ വാസ്തവം പറഞ്ഞാൽ പലപ്പോഴും അടി കൊള്ളാതിരിക്കാൻ BJP ഓഫീസിൽ ഓടിക്കയറുന്ന അവസ്ഥയാണ് CPM നേതാക്കൾക്ക്. അല്ലെ, അവരുടെ പാർട്ടി ഓഫീസെല്ലാം തൃണമൂൽ കോൺഗ്രസിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് ആരോ പറയുന്നത് കേട്ടു. കുറച്ചൊക്കെ BJPക്കും കൊടുത്തു. അല്ല, ഇനിയിപ്പോൾ കൊൽക്കത്തയിൽ സ്റ്റാലിനെ കണ്ടിട്ട് ഇനി അടുത്ത ഫ്ലൈറ്റിൽ കയറി കൊൽക്കത്തയ്ക്ക് പോവുകയാണ്. എന്തിനാണ് അവിടെ പോകുന്നത്? കൊൽക്കത്തയിൽ നിന്ന് അവിടെ കാര്യങ്ങളുണ്ട് സാർ. മുർഷാദാബാദിൽ 2 പേർ കൊല്ലപ്പെട്ടത് CPMകാരാ. അപ്പോൾ അതില് അവിടെ പോയി മകനും 2 പേരും CPM. അല്ല, അവിടെ പോയി ഇങ്ങനെ വിളിക്കണം, ഇല്ല മരിക്കുന്നില്ല സഹാക്കളെ എന്ന് വിളിക്കാൻ വഴിയൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.